എവരിവൺ, അപ്പോൾ നമ്മുടെ അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്സേ പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നത്. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൻ്റെ പ്രോബ്ലമാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതായിരുന്നു ക്വസ്റ്റ്യൻ. പി ലിമിറ്റഡ് ക്യൂ ലിമിറ്റഡിൻ്റെ ഹോൾഡിംഗ് കമ്പനിയാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഇത് കണ്ടാലേ ക്ലിയർ ആവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെ വരെ ചെയ്തു? നമ്മൾ ക്വസ്റ്റ്യനൊക്കെ ഡിസ്കസ് ചെയ്തു. പിന്നെ അതിൽ പറയുന്ന കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആവശ്യമുള്ള കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്തിട്ട് നമ്മൾ ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായി. ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗുഡ് വില്ലും ക്യാപിറ്റൽ റിസർവും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായി. അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായി. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ഇതിൽ ചെയ്ത് നിർത്തിയത്. ഇനി നമ്മൾ ചെയ്യണത് എന്താണ്? കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് വരച്ചു. ഞാൻ ഫോർമാറ്റ് ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് എന്താണെന്ന് ചോദിക്കുന്നവരോട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരില്ലേ? ആ ക്വസ്റ്റ്യനിലുള്ള ബാലൻസ് ഷീറ്റ് ഉണ്ടായിരിക്കുമല്ലോ, ആ ബാലൻസ് ഷീറ്റിൻ്റെ അതേ ഫോർമാറ്റിൽ തന്നെയാണ് നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യേണ്ടത്. കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യണമെന്നേ ഉള്ളൂ. കുറച്ചെന്ന് പറഞ്ഞാൽ 1-2 ഐറ്റംസ് നമ്മൾ കൂടുതലായിട്ട് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. എമൗണ്ടുകളിൽ വ്യത്യാസം വരും. അത്രയാണ് ഫോർമാറ്റിൽ എന്ത് വരുള്ളൂ? ചേഞ്ച് വരുള്ളൂ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനിലുള്ള ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് തന്നെ നിങ്ങൾ കൺസോളിഡേറ്റഡ് എന്ത് ചെയ്താൽ മതി? വരച്ചാൽ മതി കേട്ടോ. അതിനൊക്കെ മാർക്കുണ്ട്, സ്റ്റെപ്പ് മാർക്കിംഗ് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് വരയ്ക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോട്ട് നമ്പർ കൊടുത്തു, എമൗണ്ട് കൊടുത്തു. ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് എഴുതി? ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എഴുതി. എന്താ വരിക ബാലൻസ് ഷീറ്റിൽ? ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസും അസറ്റ്സും ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എഴുതി. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിലെ ഫസ്റ്റ് ഐറ്റം ഷെയർ ക്യാപിറ്റൽ ആണ്. ഷെയർ ക്യാപിറ്റലിന് നമ്മൾ എമൗണ്ട് എഴുതണം അല്ലേ? ഷെയർ ക്യാപിറ്റലിന് നമ്മൾ ഏത് എമൗണ്ടാണ് എഴുതേണ്ടത്? ഇവിടെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നപ്പോൾ ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് പി ലിമിറ്റഡിൻ്റെയും തന്നിട്ടുണ്ട്, ക്യൂ ലിമിറ്റഡിൻ്റെയും തന്നിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കുക, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ നമ്മൾ ഹോൾഡിംഗ് കമ്പനി ഏതാണോ അതിൻ്റെ മാത്രമാണ് എന്തിലെടുക്കുള്ളൂ? ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ ഈ ഒരു ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ കാര്യങ്ങളിൽ എടുക്കുള്ളൂ. അത് ഷെയർ ക്യാപിറ്റലിലായാലും റിസർവ്സ് ആൻഡ് സർപ്ലസിലായാലും ഒക്കെയും നമ്മൾ പി ലിമിറ്റഡ് അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനീനെയാണ് ഫോക്കസ് ചെയ്യുക. അപ്പം നമ്മളിവിടെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എന്ത് എഴുതിയാൽ മതി? ഈ 2,50,000 എഴുതിയാൽ മതി. ഇവിടുത്തെ ക്യൂ ലിമിറ്റഡിൻ്റെ 50,000 എഴുതണോ? കൺസോളിഡേറ്റഡിൽ എഴുതേണ്ട കാര്യമില്ല. നമ്മുടെ പി ലിമിറ്റഡിൻ്റെ ഷെയർ ക്യാപിറ്റൽ ആയിട്ടുള്ള 2,50,000 ആണ് നമ്മൾ എന്തെങ്കിലും എഴുതാം? ഇവിടെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, 2,50,000 ഷെയർ ക്യാപിറ്റൽ എഴുതി. ഓക്കെ അല്ലേ? നെക്സ്റ്റ് റിസർവ് ആൻഡ് സർപ്ലസ് എഴുതണം. റിസർവ് ആൻഡ് സർപ്ലസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ജനറൽ റിസർവ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്, പ്രോഫിറ്റ് ഫോർ ഇയർ ഉണ്ട്. അപ്പോൾ ഇവിടെ റിസർവ് ആൻഡ് സർപ്ലസ് വരുമ്പോൾ എന്താ എഴുതേണ്ടത്? അത് നമുക്കിവിടെ ഒരു നോട്ടായിട്ട് കൊടുക്കാം. ഓക്കെ, നോട്ട് 1 ആയിട്ട് കൊടുക്കാം. റിസർവ് ആൻഡ് സർപ്ലസ് നോട്ട് 1. അപ്പോൾ ഇവിടെ റിസർവ് ആൻഡ് സർപ്ലസ് ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പോണത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഐറ്റം ജനറൽ റിസർവ് എഴുതാം. എന്താണ്? ജനറൽ റിസർവ്. ഇവിടെ നമുക്ക് ജനറൽ റിസർവ് തന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എടുക്കുമ്പോൾ നമ്മുടെ പി ലിമിറ്റഡിൻ്റെ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതിയെന്ന്. അപ്പോൾ ഇവിടെ ജനറൽ റിസർവ് ആരുടെ മാത്രം എടുക്കുക? പി ലിമിറ്റഡിൻ്റെ മാത്രം എടുക്കുക. എത്രയാണ്? 1,05,000 അല്ലേ? അപ്പോൾ ആ 1,05,000 എടുത്ത് എഴുതി. ജനറൽ റിസർവ് 1,05,000. ആഡ്, ഇതിൻ്റെ കൂടെ എന്തൊക്കെ ആഡ് ചെയ്യണം നമ്മൾ? നമ്മുടെ പ്രോഫിറ്റ് നമുക്കിവിടെ ഓൾറെഡി എന്ത് തന്നിട്ടുണ്ട്? പ്രോഫിറ്റ് തന്നിട്ടില്ലേ? നമ്മുടെ ഇയറിലെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ഇയറിലെ ബാലൻസ് പ്രോഫിറ്റും തന്നിട്ടുണ്ട്. രണ്ടും എഴുതണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ പ്രോഫിറ്റ് എഴുതാം. 22,500 എഴുതാം. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ പ്രോഫിറ്റ് ഫോർ ഇയർ ഉണ്ട്. പ്രോഫിറ്റ് ഫോർ ഇയർ എത്രയാണ്? ഇവിടെ പ്രോഫിറ്റ് ഫോർ ഇയർ 42,500 ഇല്ലേ? ആ 42,500ഉം എഴുതണം. ഓക്കെ അല്ലേ? ഈ 1,05,000 ഇത്തിരി ഇങ്ങോട്ട് നീക്കിയിരിക്കോട്ടോ. 1,05,000 ഇത് രണ്ടും ഇവിടെ എഴുതിയാൽ മതി. എന്നിട്ട് 22,500ഉം 42,500ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടും? 65,000 കിട്ടും അല്ലേ? 65,000 ആണ് കിട്ടുക. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ഇവിടെ നമ്മുടെ പ്രോഫിറ്റ് ഡിവിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അഡ്ജസ്റ്റ്മെൻറ്റിൽ പ്രോഫിറ്റ് ഡിവിഷൻ ചെയ്ത സമയത്ത് പി ലിമിറ്റഡിന് എന്ത് കിട്ടിയിട്ടുണ്ട്? റവന്യൂ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്.
ക്യാപിറ്റൽ പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട്, റവന്യൂ പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട്. ഇവിടെ റിസർവ് ആൻഡ് സർപ്ലസ് അല്ലേ നമ്മൾ എടുക്കണത്. അപ്പോൾ എന്തെടുത്താൽ മതി? റവന്യൂ പ്രോഫിറ്റ് മാത്രം എടുത്താൽ മതി. അപ്പോൾ ആ റവന്യൂ പ്രോഫിറ്റ് ആയിട്ടുള്ള എമൗണ്ട് എത്രയാണ്? 6,750 ആണ് അല്ലേ. ആ 6,750 നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. റവന്യൂ പ്രോഫിറ്റ് എത്രയാണ്? 6,750. അപ്പോൾ 65,000 പ്ലസ് 6,750 എത്രയാണ്? 71,750 കിട്ടും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നമുക്കിത് റിസർവ് ആയിട്ട് എഴുതാൻ പറ്റുമോ? ഇനി ഇതിൽ നമ്മുടെ ഡിവിഡൻഡ് വന്നിട്ടുണ്ട് ഇല്ലേ? നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡിവിഡൻഡ് അവർ ബോത്ത് കമ്പനീസ് പ്രപ്പോസ്ഡ് 10% ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ടില്ലേ? ആ ഡിവിഡൻഡ് നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ആ ഡിവിഡൻഡ് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ട് ലെസ് ചെയ്യണം. എന്തിൻ്റെ മേലെയാണ് നമ്മൾ 10% കാണേണ്ടത്? ഈ ജനറൽ റിസർവിൻ്റെ മേലെയാണോ അല്ലെങ്കിൽ ഈ എമൗണ്ടിൻ്റെ മേലെയാണോ? അല്ല, നമ്മുടെ ഷെയർ ക്യാപിറ്റൽ എത്രയാണോ? നമ്മുടെ ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 2,50,000 അല്ലേ. ആ 2,50,000 എന്ത് കാണേണ്ടത്? 10% കാണേണ്ടത്. അപ്പോൾ ഇവിടെ എത്ര വരും? 25,000 വരും. ഇത് 71,750 നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പോൾ 45,750 വന്നു. ഓക്കെ അല്ലേ? ഇനി ഇതിൻ്റെ കൂടെ എന്തുകൂടി ആഡ് ചെയ്യണം? നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റുകൾ പറഞ്ഞപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ റിസർവ് കാൽക്കുലേഷൻ ചെയ്ത് വെച്ചു അല്ലേ. ആ ക്യാപിറ്റൽ റിസർവ് ആഡ് ചെയ്യേണ്ടത് ഈ റിസർവ് ആൻഡ് സർപ്ലസിൻ്റെ കൂടെയാണ്. ഓക്കെ അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിവിടെ കണ്ടുപിടിച്ച് വെച്ചത്. എത്രയാണ്? 8,500. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. ക്യാപിറ്റൽ റിസർവ് ആയിട്ടുള്ള 8,500 ആഡ് ചെയ്തു. 8,500 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? ടോട്ടൽ ഈ 1,05,000 ഇതും കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,59,250 കിട്ടും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മുടെ ജനറൽ റിസർവ് ആദ്യം പ്രോഫിറ്റ് എടുക്കുക, പ്രീവിയസ് ഇയറിൽ എടുക്കുക, കറണ്ട് ഇയറിൽ എടുക്കുക, റവന്യൂ പ്രോഫിറ്റ് ആഡ് ചെയ്യുക, ക്യാപിറ്റൽ പ്രോഫിറ്റ് എടുക്കരുത് കേട്ടോ. റവന്യൂ പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ലെസ് ചെയ്യുക, ക്യാപിറ്റൽ റിസർവ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റിസർവ് ആൻഡ് സർപ്ലസ് കിട്ടും. റിസർവ് ആൻഡ് സർപ്ലസ് എത്രയാണ്? 1,59,250. അത് നമ്മളിവിടെ എഴുതി നോട്ടായിട്ട് നോട്ട് 1 കൊടുക്കുകയും ചെയ്തു. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് നമ്മൾ ഓൾറെഡി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 36,500 കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ 36,500 അതേപോലെ തന്നെ ജസ്റ്റ് എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പം നമ്മുടെ എന്ത് കഴിഞ്ഞു? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മുടെ കറണ്ട് ലയബിലിറ്റീസിലേക്ക് വരാം. കറണ്ട് ലയബിലിറ്റീസിൽ എന്തൊക്കെ വരുന്നുണ്ട്? സൺട്രി ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ബിൽസ് പേയബിൾ ഉണ്ട് അല്ലേ. സൺട്രി ക്രെഡിറ്റേഴ്സിനും ബിൽസ് പേയബിളിനും എന്ത് വരുന്നുണ്ട്? അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അത് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു 12,500 4,000 ഡെപ്റ്റേഴ്സും ബിൽസ് റിസീവബിളിൽ നിന്നും ഡ്യൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡ്യൂ എന്ന് പറയുന്നത് കമ്പനി ഔട്ട് ഗോയിങ് എന്നാണ് നമ്മൾ പറയാം. ഇൻ്റർ കമ്പനി ഗോയിങ് എന്നാണ് പറയുക. ആ ഇൻ്റർ കമ്പനി ഗോയിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റേഴ്സിൽ നിന്നും ബിൽസ് റിസീവബിളിൽ നിന്നും നമ്മൾ ലെസ് ചെയ്യണം. അതേപോലെ തന്നെ ഡെറ്റേഴ്സിൽ നിന്നും ക്രെഡിറ്റേഴ്സിൽ നിന്നും ബിൽസ് പേയബിളിൽ നിന്നും ലെസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഡെപ്റ്റേഴ്സിൽ നിന്നും ബിൽസ് റിസീവബിളിൽ നിന്നും ലെസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മുടെ ക്രെഡിറ്റേഴ്സ് വന്നല്ലോ, സൺട്രി ക്രെഡിറ്റേഴ്സ് വന്ന കാരണം കൊണ്ട് നമ്മൾ അതിൽ നിന്ന് ലെസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ബിൽസ് പേയബിളിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോട്ട് കൊടുക്കാം. ഇത് 2 ഇത് 3 കൊടുക്കാം. സൺട്രി ക്രെഡിറ്റേഴ്സ് 2 ബിൽസ് പേയബിൾ 3 കൊടുക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് സൺട്രി ക്രെഡിറ്റേഴ്സ് ആദ്യം നോക്കാം. സൺട്രി ക്രെഡിറ്റേഴ്സിൻ്റെ നോട്ട് 2. സൺട്രി ക്രെഡിറ്റേഴ്സിൻ്റെ എങ്ങനെയാണ് വരിക? സൺട്രി ക്രെഡിറ്റേഴ്സിൻ്റെ പി എത്രയാണ് എമൗണ്ട്? പി വരുന്നത് 60,000 ആണ് അല്ലേ. സൺട്രി ക്രെഡിറ്റേഴ്സ് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിക്കോളൂ കേട്ടോ. സൺട്രി ക്രെഡിറ്റേഴ്സ് ഇവിടെ എത്രയാണ്? 60,000 23,000 ആണ് ക്യൂ ലിമിറ്റഡിൻ്റെ. ബിൽസ് പേയബിൾ 20,000 50,000. നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എടുത്തപ്പോൾ ക്യൂ ലിമിറ്റഡിൻ്റെ ഒന്നും തന്നെ എടുത്തില്ല. പക്ഷേ കറണ്ട് ലയബിലിറ്റീസും അസറ്റ്സും എടുക്കുമ്പോൾ എന്തെടുക്കണം? പി ഡി എടുക്കണം, ക്യൂൻ്റെ എടുക്കണം കേട്ടോ. കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇവിടെ സൺട്രി ക്രെഡിറ്റേഴ്സ് 60,000 ആണ് പിയുടെ, ക്യൂടെ എത്രയാണ് വരുന്നത്? 23,000 ആണ്. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 83,000 കിട്ടും. അതിൽ നിന്ന് എന്ത് ലെസ് ചെയ്യണം എന്നാണ് പറഞ്ഞത്? ഇൻ്റർ കമ്പനി ഗോയിങ് എത്രയാണ്? ഡെപ്റ്റേഴ്സ് 12,500 അല്ലേ, അത് ലെസ് ചെയ്യണം. അപ്പോൾ എത്ര വരും? 70,500 ആണ് എന്ത് വരുന്നത്? സൺട്രി ക്രെഡിറ്റേഴ്സ് വരുന്നത്. ഇനി നോട്ട് 3 എന്താ? ബിൽസ് പേയബിൾ ആണ്. ബിൽസ് പേയബിൾ ഇതുപോലെ തന്നെ ചെയ്യുക. പിയുടെ എത്രയാണ് വരണേന്ന് നോക്കുക, 20,000 ആണ് വരുന്നത്. ക്യൂടെ എത്രയാണ് വരണേന്ന് നോക്കുക, ക്യൂടെ 15,000 ആണ് വരുന്നത്. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 35,000 കിട്ടും. അതിൽ നിന്ന് ഇൻ്റർ കമ്പനി ഗോയിങ് ആയിട്ടുള്ള 4,000 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും?
ഇത് 4000 ആണ് കേട്ടോ, 41,000 എന്ന് വായിക്കരുത്, 31,000 കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ സൺട്രി ക്രെഡിറ്റേഴ്സ് 7,500 ഡെറ്റേഴ്സ് 31,000. അതുപോലെ തന്നെ എഴുതുക. സൺട്രി ക്രെഡിറ്റേഴ്സ് 7,500 ബിൽസ് പേയബിൾ എത്രയാണ് വരുന്നത്? 31,000. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ ഒരെണ്ണം വരും. ഇത് നമ്മുടെ ഫസ്റ്റത്തെ ബാലൻസ് ഷീറ്റിൽ ഇല്ലാത്തതാണ്, നമ്മളിവിടെ ആഡ് ചെയ്യുന്നതാണ്. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞില്ലേ, കമ്പനീസ് 10% പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് കാണിക്കുന്ന ആ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കാണിക്കണം. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് എങ്ങനെയാണ് വരിക? ഇവിടെ നമ്മൾ നോക്കിയ റിസർവ് ആൻഡ് സർപ്ലസ് കണ്ടപ്പോൾ പി ലിമിറ്റഡിൻ്റെ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് എടുത്തില്ലേ, ഒരു 25,000. ഇവിടെ നമ്മൾ ലെസ് ചെയ്യാണ് ചെയ്തത് അല്ലേ? അതുപോലെ തന്നെ നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ എടുത്തപ്പോഴും ഇവിടെ എന്ത് ചെയ്തു? പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞ് ലെസ് ചെയ്തു. അപ്പോൾ ഈ രണ്ട് ലെസ് ചെയ്തത് നമ്മൾ ഇവിടെ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. അപ്പോൾ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് 25,000. അപ്പോൾ അതൊരു നോട്ട് 4 ആയിട്ട് വേണമെങ്കിൽ കൊടുത്തോ കേട്ടോ. പ്രപ്പോസ്ഡ് ഡിവിഡൻഡിൻ്റെ നോട്ട് 4 ആയിട്ട് വേണമെങ്കിൽ കിടന്നോട്ടെ. എത്രയൊക്കെയാണ് വരിക? 25,000 പ്ലസ് 2,000. അത് നമ്മുടെ നോൺ കൺട്രോളിങ്ങിൻ്റെ. അപ്പോൾ 27,000 ആണ് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ആയിട്ട് വരിക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി എന്ത് ചെയ്യാം? നമ്മുടെ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് ടോട്ടൽ ചെയ്ത് കൊടുക്കുക. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് വരിക? 5,74,250 വരും. ഇതന്നെയാണ് നമ്മുടെ അസറ്റിൽ നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ അസറ്റിൽ വന്നു. നോൺ കറണ്ട് അസറ്റ്, ഫിക്സ്ഡ് അസറ്റ്സ്. അതിന് ഞാൻ ഒറ്റതായിട്ട് എഴുതിയതാണ്. ഇവിടെ ഫിക്സ്ഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് ലാൻഡ് ആൻഡ് ബിൽഡിങ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് കൊടുത്തിരുന്നു നമ്മൾ. പക്ഷെ അത് കൺസോളിഡേറ്റഡ് ആയപ്പോൾ ഒറ്റതായിട്ട് എഴുതി. ഇതിൽ പറയത്തക്ക അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് നമ്മൾ ആഡ് ചെയ്തെന്ന് പറയുമ്പോൾ നോട്ട് കൊടുത്തോട്ടോ. നോട്ട് ഒരു എത്രയാണ്? 5 അല്ലേ? ഫിക്സ്ഡ് അസറ്റ് 5 കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ നോട്ട് 5 എന്താ? ഫിക്സ്ഡ് അസറ്റ്സ് അല്ലേ? ഫിക്സ്ഡ് അസറ്റ്സിൽ ഏതൊക്കെയാണ് വരുന്നത്? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വരുന്നുണ്ട്. അപ്പോൾ പീൻ്റെ കൊടുക്കുക, ക്യൂവിൻ്റെ കൊടുക്കുക. പീൻ്റെ എത്രയാണ്? 1 lakh. ക്യൂവിൻ്റെ എത്രയാണ്? 25,000. പിന്നെ നെക്സ്റ്റ് എന്താ വരുന്നത്? പ്ലാന്റ് ആൻഡ് മെഷീനറി വരുന്നുണ്ട്. പിയുടെ എത്രയാണ്? 1,25,000. ക്യൂവിൻ്റെ എത്രയാണ്? 25,000. നെക്സ്റ്റ് എന്താ വരുന്നത്? ഗുഡ് വില്ലാണ് വരുന്നത്. ഗുഡ് വിൽ എത്രയാണ്? പിയുടെ 75,000, ക്യൂവിൻ്റെ 17,500. ഇതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യുക. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3,67,500 കിട്ടും. ഇതൊക്കെ സിമ്പിൾ അല്ലേ? അതാണ് എന്തെന്ന് പറയുന്നത്? ഫിക്സ്ഡ് അസറ്റ്സിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ. 3,67,500. നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ്സിന് നമുക്ക് നോട്ടൊന്നും കൊടുക്കണ്ട. ഇൻവെസ്റ്റ്മെൻറ്റ്സ് ക്വസ്റ്റ്യനിൽ എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? മൊത്തം 50,000 ആണ് ക്വസ്റ്റ്യനിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് തന്നിരിക്കുന്നത്. ആ 50,000 എന്താ കുറയ്ക്കേണ്ടത്? നമ്മൾ പി ലിമിറ്റഡ് ക്യൂ ലിമിറ്റഡിൻ്റെ എത്ര രൂപയ്ക്കാണ് പർച്ചേസ് നടത്തിയത്? 42,500 അല്ലേ? ഈ 42,500 നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കുറയ്ക്കാം. 50,000 42,500 കുറയ്ക്കുമ്പോൾ നമുക്കിവിടെ എത്ര കിട്ടും? 7,500 കിട്ടും. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് അപ്പോൾ നമ്മുടെ നോൺ കറണ്ട് അസറ്റ്സ് കഴിഞ്ഞു. നെക്സ്റ്റ് എന്താണ്? കറണ്ട് അസറ്റ്സ് ആണ്. കറണ്ട് അസറ്റ്സിൽ എന്തൊക്കെയുണ്ട്? ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, ഇൻവെൻട്രി, ബാങ്ക്, ക്യാഷ്. ഡെറ്റേഴ്സിലും ബിൽസ് റിസീവബിളിലും നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ നമ്മൾ ക്രെഡിറ്റേഴ്സിലും ബിൽസ് പേയബിളിലും എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ ഡെറ്റേഴ്സും ബിൽസ് റിസീവബിളും ചെയ്യണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഡെറ്റേഴ്സിന് എന്ത് കൊടുക്കാം? നോട്ട് കൊടുക്കാം, 6 കൊടുക്കാം. ബിൽസ് റിസീവബിൾ 7 കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ എന്താണ്? നോട്ട് 6 ഡെറ്റേഴ്സ് അല്ലേ? ഡെറ്റേഴ്സിൻ്റെ എങ്ങനെയാണ് വരുന്നത്? ഡെറ്റേഴ്സിൻ്റെ പിയുടെ എത്രയാണ്? 75,000. ക്യൂവിൻ്റെ എത്രയാണ്? 33,625. രണ്ടും കൂടി ആഡ് ചെയ്യുക. അതിൽ നിന്ന് എന്താണ്? ഇൻ്റർഗോയിങ് ആയിട്ടുള്ള കമ്പനി ഔട്ട് ഗോയിങ് 12,500 ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 96,125 കിട്ടും. ഓക്കെ. നോട്ട് 7 ബിൽസ് റിസീവബിൾ കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വെച്ചിട്ടാണ് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. ബിൽസ് റിസീവബിൾ പിയുടെ 5,000 ആണ്. ക്യൂവിൻ്റെ എത്രയാണ്? 7,500 ആണ്. ഇതിൽ നിന്ന് നമ്മൾ നമ്മുടെ ഇൻ്റർഗോയിങ് എത്രയാണ്? 4,000. ഇൻ്റർഗോയിങ് ഡെറ്റേഴ്സിൻ്റെ നിന്നും കുറയ്ക്കണം, ക്രെഡിറ്റേഴ്സിൻ്റെ നിന്നും കുറയ്ക്കണം. ബിൽസ് റിസീവബിളും കുറയ്ക്കുക, ബിൽസ് പേയബിളും കുറയ്ക്കുക. ഒരെണ്ണത്തിൽ മാത്രം കുറച്ച് വരുത് കേട്ടോ. അപ്പോൾ തെറ്റിപ്പോവും. രണ്ടിനും നമ്മൾ ഒരേപോലെ കുറയ്ക്കണം. അപ്പോൾ ഇവിടെ 8,500 കിട്ടും. അപ്പോൾ ഡെറ്റേഴ്സും ബിൽസ് റിസീവബിളും കിട്ടിയില്ലേ? ഡെറ്റേഴ്സ് എത്രയാണ്? 96,125. ബിൽസ് റിസീവബിൾ എത്രയാണ്? 8,500. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഇൻവെൻട്രി ഒക്കെ നമ്മുടെ നോർമൽ എന്ന് പറയുമ്പോൾ നമ്മളെങ്ങനെയാണ് ഇൻവെൻട്രി ചെയ്യേണ്ടത്? നോട്ട് കൊടുത്തോളൂ കേട്ടോ. അതിനൊക്കെ ഇൻവെൻട്രി 8 കൊടുക്കാം. ഇൻവെൻട്രി നോട്ട് 8. ഇൻവെൻട്രി എത്രയാണ് വരുന്നത്? ഇൻവെൻട്രി മൊത്തം 50,000 അല്ലേ? 50,000 ആണ്
ക്വസ്റ്റ്യൻ ഇടയ്ക്കൊന്നെടുത്ത് നോക്കുക കേട്ടോ. ഇൻവെൻട്രി ക്വസ്റ്റ്യനിൽ 50,000ഉം 10,125 ആണ്. അപ്പോൾ അത് രണ്ടും എന്ത് ചെയ്യണം, ഫസ്റ്റ് തന്നെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ 60,125 വന്നു. അതിൽ നിന്ന് ഒരു 1,000 നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ലെസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ബാലൻസ് 59,125 കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻവെൻട്രി അങ്ങനെയാണ് വന്നത്. ഇനിയിപ്പോൾ ഇൻവെൻട്രിയിൽ ഈ 1,000 എവിടുന്ന കുറച്ചെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്റ്റോക്കിൻ്റെ ഒരു കേസ് വന്നപ്പോൾ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എത്ര കിട്ടിയത്, 1,000 ആണ് കിട്ടിയത്. ആ 1,000 നമ്മൾ ഇൻവെൻട്രിയിൽ നിന്നാണ് ലെസ് ചെയ്യുക കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിവിടെ 1,000 എന്ത് ചെയ്തിട്ടുള്ളത്, ലെസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, ഇൻവെൻട്രി 59,125 കിട്ടി. ഓക്കെ അല്ലേ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് ഇനി എന്താണ്, ബാങ്കും ക്യാഷും ആണുള്ളത്. ബാങ്കും ക്യാഷും എന്ത് ചെയ്യാം, അതേപോലെ തന്നെ നമ്മൾ ജസ്റ്റ് പി ഡിയും ക്യൂ ഡിയും എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ഒന്ന് ആഡ് ചെയ്തിട്ട് എഴുതിയാൽ മതി. അപ്പോൾ നോട്ട് 9 എന്താ, ബാങ്ക് എത്രയാണ്, 15,000 ആണ് പിയുടെ, പ്ലസ് 12,500 ക്യൂവിൻ്റെ. അപ്പോൾ എത്ര വന്നു ഇവിടെ, 27,500 വന്നു. അതുപോലെ തന്നെ 10 ക്യാഷ് എത്രയാണ്, 5,000 ആണ് പിയുടെ, അതുപോലെ തന്നെ ക്യൂവിൻ്റെ 3,000 ആണ്, 8,000 വന്നു. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്താം, ബാങ്ക് 27,500 എഴുതാം, ക്യാഷ് 8,000 എഴുതാം. ഇതും എന്ത് ചെയ്യുക, ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 5,74,250 ആണ് കിട്ടുക. ഓക്കെ അല്ലേ, ഇതാണ് നമ്മുടെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് കേട്ടോ. അപ്പോൾ എളുപ്പമാണ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടുവയ്ക്കണം, അതൊക്കെ ഇതിലൊന്ന് ജസ്റ്റ് കൊടുക്കണം. ലയബിലിറ്റീസും അസറ്റ്സൊക്കെ എന്താണ്, നമ്മൾ ജസ്റ്റ് പി ലിമിറ്റിൻ്റെയും ക്യൂ ലിമിറ്റിൻ്റെയും കൂടിയിട്ട് ആഡ് ചെയ്ത് എഴുതുക. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഇൻ്റർഗോയിങ് വരികയാണെങ്കിൽ ലെസ് ചെയ്യുക, അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് വരികയാണെങ്കിൽ ലെസ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടോ. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടിൽ എന്തെടുക്കരുത്, സബ്സിഡിയറിയുടെ ഒന്നും തന്നെ എടുക്കരുത്, പി ലിമിറ്റിൻ്റെ മാത്രം കാണാം. ക്യാപിറ്റൽ റിസർവ് എടുക്കരുത്, മറ്റ് റവന്യൂ പ്രോഫിറ്റ്, ക്യാപിറ്റൽ പ്രോഫിറ്റ് എടുക്കാതെ റവന്യൂ പ്രോഫിറ്റ് മാത്രമാണ് റിസർവിൽ എടുക്കാൻ പാടുള്ളൂ. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഒക്കെ മറക്കാണ്ട് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് എന്ത് ചെയ്യേണ്ടത്, ഇതിൽ നോട്ട് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ നമ്മുടെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഓക്കെയാണ്, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഇനിയും ചിലപ്പോൾ കുഞ്ഞു അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയൊക്കെ വെച്ചിട്ട് പോവുക. ഇതാണ് ഒരു ഫുള്ളായിട്ട് ജസ്റ്റ് ഒരു ഐഡിയ, ഇതാണ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര പറഞ്ഞത് ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് ഒക്കെ കിട്ടണമെന്നുണ്ട് നമ്മുടെ ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, അതിലും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തേക്കാം കേട്ടോ.